ഇപ്പൊ പ്രണയിക്കാൻ കാശ് വേണം കേട്ടാ. ഇപ്പൊ അവരായിട്ടുള്ള റിലേഷൻഷിപ്പ് കോണ്ടാക്ട് ഒക്കെ ഞങ്ങൾ ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർ അങ്ങനെയല്ല. പിരിഞ്ഞു എന്ന് പറഞ്ഞാലും കോണ്ടാക്ട് ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടായാൽ മതി. ഇത് നിങ്ങൾ രണ്ടുപേരുടെ ഓഫീസിൽ വാ, ഷേഫിനോട് പറയും ഇതെല്ലാം ശരിയാക്കി തരാം. നമ്മുടെ സബ്ജക്ട് തന്നെ മാറി. അല്ല, നിഖിലിനോട് ചോദിക്കാൻ വരാണ്. ഇപ്പൊ ഒരു നമ്മള് വിവാഹം ആലോചിക്കപ്പം പൊതുവെ പണ്ട് മുതലേ ഉള്ള ഒരു കോൺസെപ്റ്റ് ആണല്ലോ, പയ്യന് നല്ല ജോലി വേണം, നല്ല സാമ്പത്തികമുള്ള ജോലി വേണം, പയ്യന്റെ വരുമാനം എത്രയാണെന്നുള്ളത് മാട്രിമോണിയിൽ പ്രത്യേകം എടുത്ത് വെച്ചേക്കും. ഞാനൊക്കെ നോക്കിയിട്ടുണ്ട് വരുമാനം എത്രയാണെന്നുള്ളത്. ഇപ്പൊ കുറച്ച് ചേഞ്ച് ഉണ്ട് കേട്ടാ. ഇപ്പൊ പണ്ട് അങ്ങനെ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. പണ്ട് ജോലി ആയിരുന്നു സെക്യൂരിറ്റി. സത്യം പറഞ്ഞ ജോലിയുടെ വിഷയം വെച്ചാൽ നമ്മൾ ഈ ജോലിയാണെങ്കിൽ ഇത്ര ശമ്പളം ഉണ്ടാകുന്നത് നമ്മൾ ഗസ് ചെയ്യും. അപ്പൊ ശരിക്കും ഈ കല്യാണത്തിന്റെ പച്ചയ്ക്ക് ചോദിക്കും. വരുമാനം എത്രയുണ്ടെന്ന് നോക്കും. മാത്രമല്ല പയ്യന്റെ വീട്ടുകാർ പെണ്ണിന്റെ വീട്ടിൽ വന്ന് സ്ഥലമുണ്ടോ, പെണ്ണിന് അത്യാവശ്യം സ്ഥലവും ഭൂമിയൊക്കെ ഉണ്ടോ അത് നോക്കും. ഫിനാൻഷ്യലി സെറ്റ് ആയാൽ മാത്രമേ ഒരു കല്യാണം എന്നുള്ളൊരു പ്രോസസ്സ് നടക്കത്തുള്ളൂ. കാരണം കല്യാണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറാണ് കാശുള്ള വീട്ടിലെ പെണ്ണാണെങ്കിലും ആണാണെങ്കിലും കാശ് വേണം എന്നുള്ളത്.